ഡോക്ടർ മേരി ജോബിൻ, എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാ ബന്ധുക്കൾക്കും വർധാ മിഷൻ്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളതും കുടുംബത്തിൻ്റെ പേരിലുള്ളതായിട്ടുള്ള അനുശോചനം ആദ്യം ഞാൻ രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, 1989 വർധാ മിഷൻ ആരംഭിക്കുവാനായിട്ട് ഇടയായി. വർധാ മിഷൻ മഹാരാഷ്ട്രയിലെ വർധാ മിഷൻ ആരംഭിക്കാനുള്ളതായിട്ടുള്ള പ്രേരക ശക്തി ജോബ് സാർ തന്നെയാണ്. മിഷൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും ഇതെടുത്തുകൊണ്ടായിട്ട് അദ്ദേഹം എല്ലാ കർത്തൃദാസന്മാരെയും അദ്ദേഹം വളരെ സ്നേഹിച്ചു. ഞാൻ ഒറ്റയ്ക്കായിട്ടും കുടുംബമായിട്ടും ഡൽഹിയിൽ വരുന്ന സമയത്ത് എന്നെ പ്രത്യേകം വിളിച്ച് അവിടെ സ്നേഹ സൽക്കാരം തരുന്നത് ജോബ് സാറിൻ്റെ പതിവായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു നേരത്തേക്കും ആഹാരം കഴിച്ചിരിക്കണം എന്നുള്ള അദ്ദേഹം അമ്മാവയും ജോബ് സാറിന് തരുന്നു എപ്പോഴും ഞങ്ങളെ കരുതിയിരുന്നു. കൂടാതെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ഘടനകളെല്ലാം ചെയ്തു. പലപ്പോഴും മിഷനിൽ പ്രയാസമുണ്ടായ സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലും തുടരുവാനുണ്ടാകുന്ന പ്രേരക ശക്തി ജോബ് സാറും അമ്മാവയും അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹമായിട്ട് സമർപ്പിക്കപ്പെടാൻ ഇടയായത് ഈ കഴിഞ്ഞ മെയ് മാസം സെമിനാരിയിൽ പഠിക്കുന്നതായിട്ട് ജസ്റ്റ് ഇവിടെ വിസിറ്റിനായിട്ട് വന്നില്ല. ആ സമയത്ത് വളരെ സ്നേഹത്തോടെ ജസ്റ്റിനെ വീട്ടിൽ പോയി ആഹാരം കൊടുത്തു. അതിനുശേഷം അദ്ദേഹം ഉടനെ പത്തായിലേക്ക് ഫോൺ ചെയ്തു. അവിടുത്തെ അമ്മാനുണ്ട് മനസ്സിലായി. ഇത് കൂടാതെ അടുത്ത വർഷം 1913 കോയമ്പത്തൂരിൽ നടത്താനിരിക്കുന്നതായിട്ടുള്ള അവിടുത്തെ വാർത്തയിൽ ബാബുക്ക് അത്യാവശ്യമായിട്ടും വന്നിരിക്കണം. അത് ഇപ്പോഴേ ഞാൻ എഴുതിയിരിക്കുന്നു. അത്യാവശ്യമായിട്ട് ഈ വർഷം വരാൻ ഒക്കുമെങ്കിൽ പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷം അത്യാവശ്യമായിട്ട് വന്നിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നവരല്ല ദൈവങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ആകസ്മികമായിട്ടുണ്ടായില്ല. കർത്താവ് അവിടുത്തെ സമീപനത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ ചിന്തയിൽ ചിലപ്പോൾ ആകസ്മികം തോന്നിയേക്കാം. എന്നാൽ കർത്താവ് അവിടുത്തെ ഉദ്ദേശപ്രകാരം അവിടുത്തെ നാമമുദ്രമായിട്ടാകുന്നു പ്രത്യേകതകൾ നമ്മൾ ഓർക്കണം. ജോബ് സാറിനെ കുറിച്ച് വിശ്വാസികൾക്കും പ്രത്യേകിച്ച് സുവിശേഷ വേലക്കാർക്കും ഉള്ളതായിട്ടുള്ള വേഗമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുന്നു. ഒന്ന്, ജീവിതത്തിൽ ഏറ്റവും കഠിന ചോദനയിൽ കൂടെ കടന്നുപോകാനുള്ള സമയം, അതായത് രണ്ടു മക്കൾ നഷ്ടപ്പെട്ടതായിട്ടുള്ള ആവശ്യം. അദ്ദേഹം തളർന്നു വീഴുന്നതിനോ ലോകത്തിൽ നിന്നും നിർത്തുന്നതിനോ ഇടയാൽ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കി. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ നയിക്കുക എന്നത് ഒരു മാതാപിതാക്കൾക്കും ചെയ്യിക്കാൻ പറ്റില്ല. എന്നാൽ അങ്ങനെയുള്ള കഠിനമായ ദുഃഖത്തിൻ്റെ നടുവിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നിർത്തിയില്ല, തളർന്നു വീഴില്ല എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. ചിലർക്കാണെങ്കിൽ അങ്ങനെയുള്ള കഠിന ചോദനയുടെ നടുവിൽ ജോലിക്ക് അടഞ്ഞുകൊണ്ടിരിക്കും, നിരാശപ്പെട്ടുകൊണ്ടിരിക്കും. എൻ്റെ ദൈവം എനിക്ക് സംഭവിച്ചത്. എന്നാൽ അതല്ല ക്രിസ്ത്യ ജീവിതമെന്നാണ് ബൈബിൾ പഠിക്കുന്നത്. നമ്മൾ അനേക ഘട്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുമെന്നാണ് പൗരസഭത്തിൽ നിർദ്ദേശിച്ചത്. കൂടാതെ പൗരസഭത്തിൽ വീണ്ടും പറയുന്നു, ക്രിസ്തു വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിപ്പാനും കൂടി നിങ്ങൾക്ക് ബാക്കി പറ വരം നൽകിയിരിക്കുന്നു. അപ്പോൾ അതൊരു ഗിഫ്റ്റാ. ക്രിസ്ത്യ ജീവിതത്തിൽ കഷ്ടത അനിവാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ അത് ബാധിക്കാനായിട്ട് ഇടയാക്കില്ല. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നുവെന്ന് പൗലോസ് ആ പഠനം ഓടിച്ചുകൊണ്ട് നല്ല പ്രവർത്തനത്തിലൂടെ ചെയ്തിരിക്കുകയായി. ഞാൻ ഘടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു കാര്യമാണ്. നമ്മുടെ പ്രതികൂലങ്ങൾ ചോദ്യങ്ങൾ നൽകുകയും നമ്മൾ